നമ്മൾ 1ാം ക്ലാസ് മുതൽ LKG മുതൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 വർഷം ആകുമ്പോഴേക്കും വി ആർ ഫോമിങ് ലൈക്ക് സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന എല്ലാവരും ഏകദേശം ഒരേപോലെ. റൈറ്റ്? സോ 15 years I think it's a good amount of time തുടങ്ങി വെക്കാൻ. ഐ മീൻ നോട്ട് ജസ്റ്റ് തുടങ്ങി വെക്കാം, ആ ഒരു ഹാബിറ്റ് അറ്റ്ലീസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ജപ്പാനിൽ 5th സ്റ്റാൻഡേർഡ് വരെ അവർ ഇൻറ്റൻസീവ്ലി പഠിപ്പിക്കുന്ന മാനേഴ്സ് ആണ്. അത് ഈ പറഞ്ഞ പോലെ 5th സ്റ്റാൻഡേർഡ് വരെ വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് റിഫോമിങ് ദെയർ കൾച്ചർ. അത് അവരുടെ കൾച്ചറിന്റെ ഓൾറെഡി ഉള്ള ഭാഗമാണ്. അത് അവരെ പിള്ളേരിലെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഈവൻ സ്കൂള് വരെ ക്ലീൻ ചെയ്യുന്നത് സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ്. കരിക്കുലം ലൈക്ക് സ്കൂൾ ക്ലീൻ ചെയ്യുക, ക്ലാസ് റൂം ക്ലീൻ ചെയ്യുക, ഈവൻ ടോയ്ലറ്റ്സ്, എവറിത്തിങ് ഈസ് ക്ലീൻ. അതൊരു റെസ്പോൺസിബിലിറ്റി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. സോ ഇഫ് ഈ പറഞ്ഞ പോലെ ലെറ്റ്സ് സേ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ടു ദ നെക്സ്റ്റ് ജനറേഷൻ അതിലിപ്പോ ജസ്റ്റിൻ പറഞ്ഞ പോലെ 12 വർഷമാണ് LKG തൊട്ട് 12ാം ക്ലാസ് വരെ 14 വർഷമാണെങ്കിൽ ഒരു ബാച്ചിന് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു ഇത് നൗ ഓൾറെഡി ഉള്ള ടീമിനെ ഓൾറെഡി ഇതല്ലാണ്ട് വേറെ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ത്രൂ ദ സിസ്റ്റം. ബട്ട് ഈ ജനറേഷൻ വരുന്ന പോലെ അവർ വരത്തില്ല. പക്ഷേ രണ്ട് സൈമൾട്ടേനിയസ്ലി നടക്കും. ഈ സിസ്റ്റം ഇംപ്ലിമെന്റേഷനും ഇത് പറഞ്ഞ എൻവയോൺമെന്റ് സെറ്റിംഗും എല്ലാം ഇവരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും ഒരേപോലെ നടക്കും. ഈ ഓരോ റൂൾസ് ബോ ചെയ്യുന്നില്ലേ, അതവർക്ക് റീഫ്ലക്സാ. അവർ എത്ര തലപ്പത്താണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ദേ വിൽ ബോ ഡൗൺ ടു അത്. ആ ഒരാൾ കാണുമ്പോൾ ഇങ്ങനെ ബോ ചെയ്യില്ല, അത് അവരുടെ കൾച്ചറിലുള്ളതാണ്. പക്ഷേ അത് ഈ ചെറുപ്പത്തിലേ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് അവർക്കൊരു റീഫ്ലക്സ് ആയി വരുന്നു. സോ ഈ പറഞ്ഞ പോലെ കൾച്ചറൽ റീഫോം വരണമെങ്കിൽ അത് ഈ യങ്ങർ ജനറേഷനിൽ വരും. പക്ഷേ ഈവൻ ഇഫ് വി കാൺ ചേഞ്ച് ഇറ്റ്, നമ്മുടെ യങ്ങർ ജനറേഷൻ ലുക്കപ്പ് ചെയ്യുന്നത് നമ്മളെയാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ മൈൻഡ് സെറ്റിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെ ആ കൾച്ചറൽ ചേഞ്ച് വരുത്താനുള്ള ഓപ്പൺ മൈൻഡ്നെസ് വേണം. ഒരു പോയിന്റ് നമുക്കിപ്പം നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ കരിക്കുലമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നല്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇതിങ്ങനെയാണ് വേസ്റ്റ് ഇടാൻ ഉപയോഗിക്കുന്നതാണ്, വേസ്റ്റ് ഇവിടെയാണ് ഇത് ഇടേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടത്, പാരൻസിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് പിള്ളേർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റം പുറത്തില്ല. ആൻഡ് അത് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരും പുറത്തില്ല. ഇവർ ചെയ്ത് പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം ടീച്ചർ നിങ്ങളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ, അതിപ്പം സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തെ എക്സാമിൽ ആ കൊല്ലം തുടങ്ങിയപ്പോൾ മുതലുള്ള ഫുൾ സബ്ജക്റ്റ് കരിക്കുലമാണ് ചോദിക്കുന്നത്. നൗ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റിമെമ്പർ everything that you learn from the beginning to the end for the exam. How do you remember it? Relate it to the real life. നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിലേറ്റ് ചെയ്യും, നമ്മൾ എക്സാമ്പിൾസ് കൊണ്ടുവരും. ഇപ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ കോഡ് ഭാഷകൾ ഉപയോഗിക്കുമായിരുന്നു പണ്ട്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ അല്ല നമ്മൾ ബേസിക്കലി പഠിക്കുന്നത്. പക്ഷേ ആ ഇക്വേഷൻ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്നെ ആ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നൗ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് എന്ത് ചെയ്യാം, ലെറ്റ്സ് നോട്ട് ഗോ ദെയർ ടു ദ എക്സാം, എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, നൗ ഐ നോ ദി ഇക്വേഷൻ വിച്ച് ഈസ് വാട്ട് ഐ റിലേറ്റഡ് ടു മൈ ലൈഫ്, ദിസ് ഈസ് ദിസ്. ഇനി ആ സെയിം സൈക്കോളജി ഈ പുതിയ കൾച്ചർ പുതിയ പിള്ളേരെ പഠിപ്പിക്കുവാണെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്കൂളിൽ ആ ഒരു സിസ്റ്റം വേണം വിച്ച് അവിടുത്തെ പിള്ളേരെ പഠിപ്പിച്ചത്. ഇവർ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ദേ ആർ ആക്ച്വലി ഡൂയിങ് ദ ആക്ച്വൽ വർക്ക്. ക്ലീൻ ചെയ്യുന്നു, അത് അടിച്ചു വരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, ഇതിൽ മൊത്തം ഒരു പബ്ലിക് സർവീസ് എന്നുള്ള രീതിയിൽ സ്കൂളിലാണെങ്കിൽ, വെദർ ഇറ്റ് മേ ബി നോൺ പ്രോഫിറ്റ് ഓർ ഫോർ പ്രോഫിറ്റ്, സ്കൂളിൽ ശമ്പളത്തിൽ കുറേ ടീച്ചർമാരുണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ, ഇല്ലേ? അതേപോലെ തന്നെ ഒരു പഞ്ചായത്തിന് എന്തോരം സ്റ്റാഫുകളുണ്ട്, പഞ്ചായത്തിൽ എന്തോരം മെമ്പർമാരുണ്ട്, പഞ്ചായത്തിൽ പ്രസിഡന്റുകളുണ്ട്, അങ്ങനെ എത്ര പഞ്ചായത്തുകളുണ്ട്.
ഓരോ ഇറ്റ്സ് പ്യൂർ പൊളിറ്റിക്സ്. ഓരോ എന്ത് ശാഖകളാണ്, ഓരോ ചെറിയ ശാഖകളിലും ഇതേപോലെ ഈ സംഭവം കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇതേ ശാഖകളിൽ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരൊറ്റ വിഷന് വേണ്ടി പ്രവർത്തിക്കുവാണെങ്കിൽ ഈ പറയുന്ന സംഭവം റാപ്പിഡായിട്ട് സ്ലോ ആയിട്ട് തുടങ്ങിയാലും ഇപ്പൊ കോമ്പൗണ്ട് ചെയ്യത്തില്ലേ, കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷം 100 രൂപ ഇട്ടു, ഈ 100 രൂപ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്രയാണ്, ഫസ്റ്റ് ഇയറിൽ നമുക്ക് 5% വളരാൻ പറ്റുള്ളൂ നോക്കിയാൽ എല്ലാ വർഷവും വളർച്ച ഡബിളായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ 1 ഇരിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ 1 ഇരിക്കുന്നതെന്ന് പറഞ്ഞു, എല്ലാ വർഷവും ഡബിളായി. ഫസ്റ്റ് ഇയറിലെ വളർച്ച 5, അപ്പോൾ അതിപ്പോൾ എത്രയായി? ഫസ്റ്റ് ഇയർ എൻഡിൽ 6 ആയില്ലേ? അല്ലെങ്കിൽ 0 തുടങ്ങിയെന്ന് വിചാരിക്കുക, -5 തുടങ്ങിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ 0 തുടങ്ങി 5 ആയി. സെക്കൻഡ് ഇയറിൽ അത് ഡബിൾ ആകുമ്പോൾ എത്രയായി? 10 ആയി. തേർഡ് ഇയർ ആകുമ്പോൾ 10 ഡബിൾ ആകുമ്പോൾ 20. ഫോർത്ത് ഇയറിൽ 20 ഡബിൾ ആയി കഴിഞ്ഞാൽ 40. ഫിഫ്ത്ത് ഇയർ ആകുമ്പോൾ 80 ആയി. സിക്സ്ത് ഇയർ ആകുമ്പോൾ 160. സെവൻത്ത് ഇയർ ആകുമ്പോൾ 320. എയ്ത്ത് ഇയർ ആകുമ്പോൾ 640 കഴിഞ്ഞിട്ട് നയൻത്ത് ഇയർ ആകുമ്പോൾ 1200. 10th ഇയർ ആകുമ്പോൾ 2560. പിന്നെ 6120. 11ാം വർഷം ആകുമ്പോഴത്തേക്ക് ഓൾറെഡി 6120 ടൈംസ് ബെറ്റർ ആയി. എല്ലാ വർഷവും ഡബിൾ ആയാൽ മതി. I don't think. See, 15 so years the way that we explain how we can implement the system and actually scale the success of the system is, I don't think the people who actually rule the place don't have the knowledge or the way of thinking to actually do things this way. No. Right? But what they are so comfortable with is the traditional way of doing it. And they all have an alternative, എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് അല്ലടാ, ഓൾട്ടർ ഇൻറ്റൻഷൻ എന്ന് പറയത്തില്ലേ? അതായത് ഇതിന്റെ പുറകെ അവർ ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധി, ഇന്റൻഷണൽ ക്ലാരിറ്റി. ഞാൻ രാജ്യം ഭരിക്കുന്ന ഇന്റൻഷണൽ ക്ലാരിറ്റി. ഇപ്പോൾ ഞാനെന്നുള്ളൊരു വ്യക്തി എൻ്റെ കഴിവിൻ്റെ പരിപൂർണതയിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്കുള്ള ഇന്റൻഷണൽ ക്ലാരിറ്റി, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അതുപോലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന നേതാവിൻ്റെ ഇൻറ്റൻഷണൽ ക്ലാരിറ്റി എന്തായിരിക്കണം എന്നുള്ളത് എൻ്റെ സംസ്ഥാനത്തിൽ ഇങ്ങനെ ഉന്നതിയിലെത്തിക്കുക, അതാണ് അയാളുടെ പരമോന്നതമായ ഉത്തരവാദിത്തം. ആ ഒരു ചിന്തയ്ക്ക് പകരം ഇപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം എന്താ? എൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് പരമോന്നതിയിൽ എത്തിക്കുക. പിന്നെ എനിക്ക് പരിചയമുള്ളവർക്കെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആള് കളിക്കുക. That passed down to the people who are under to the very bottom, to the very bottom level. Exactly. To the very bottom level. And their intention is not to actually help grow the community. അല്ല, ഇപ്പം നമ്മുടെ അമ്മാവന്മാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, മറ്റേ അമ്മാവന്മാർ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് എനിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായം ചെയ്യണമെന്ന് പുറത്ത് കാണിക്കുമെങ്കിലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അവരുടെ ഉദ്ദേശം പലപ്പോഴും എനിക്കൊന്ന് മെയിൻ ആളാവണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, എനിക്ക് കുറച്ച് കച്ചവടം പിടിക്കണം, അങ്ങനെ നടത്തുന്ന പരിപാടി വേഴ്സസ് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളിൽ രണ്ടും വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ട്രൂ ഇൻറ്റൻഷണൽ ക്ലാരിറ്റിയോട് ചെയ്യുന്ന പരിപാടികൾക്കെല്ലാം അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും, അത് ആ രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോ ചെയ്യും. So let me recap your the compilator. So what you're saying is, within 2 terms the government has to implement the system with the rules and all the operations and systems, so that, and also during that time education should be reformed in a way that good manners and all these things are implemented. Education should be reformed in a manner where they teach how to use the system. How to use the system and to have basic manners, responsibility, civic right and all these things intensively. And that means ആ സെക്കൻഡ് ടേം കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സ്കൂളിൽ ഇറങ്ങി വരുന്ന സ്റ്റുഡൻസ്, ഐ മീൻ ആ ഒരു ജനറേഷൻ. വെൻ ദേ കം ഔട്ട് ടു ദ വേൾഡ്, most of the people already adapted to the system and showing the
showing the students the system exists and they should also continue following it. ആ ഒരു 10-year ഗ്യാപ്പിൽ ഈ ഒരു പ്ലാനാണ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റാപ്പിഡ് കൾച്ചറൽ റീഫോം പോസിബിൾ ആണ്. മെയിനായിട്ടിരിക്കുന്ന ലീഡർ വന്നിട്ട് ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇവർ വന്നിട്ട് ഇവർ 5 വർഷമല്ലേ ഭരിക്കുന്നത്, അടുത്ത 5 വർഷം ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഭരണത്തിൽ കയറുന്നത്. എന്താ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 തൊട്ട് 15 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കണം. ആ 15 വർഷത്തെ പ്ലാൻ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് anyone for the example who already had the plan and actually tried for the position? Ramaswamy. വിവേക് രാമസ്വാമി. ഓക്കെ, he had a really good plan. അല്ല, ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 15 വർഷത്തെ പ്ലാന് ഇട്ടിട്ട് അത് 15 വർഷത്തെ പ്ലാൻ എഫക്റ്റീവ്ലി ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ജനങ്ങളിലേക്ക്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാ മീഡിയയിലൂടെയും, സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ TV ചാനലിലൂടെയും അങ്ങനെ എല്ലാത്തിലൂടെയും ആളുകളിലേക്ക് എത്തിക്കണം. അതിനുശേഷം അവരോട് വ്യക്തമായി പറയണം, ഇതാണ് എൻ്റെ 15 വർഷത്തെ വിഷനെങ്കിലും ആദ്യത്തെ 5 വർഷത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയണം. ആദ്യത്തെ 1 വർഷം ഞാൻ ഇന്നത് ചെയ്യും, 2-ാമത്തെ വർഷം ഇന്നത് ചെയ്യും, 3-ാമത്തെ വർഷം ഇന്നത് ചെയ്യും, 4-ാമത്തെ വർഷം ഇന്നത് ചെയ്യും, 5-ാമത്തെ വർഷം ഇന്നത് ചെയ്യും എന്ന് പറയും. എന്നിട്ട് ഓരോ വർഷവും അയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോ ആ കാര്യങ്ങൾ ചെയ്യുക. ഓരോ വർഷവും ആൾക്കാരുടെ വിശ്വാസം കൂടി ആദ്യത്തെ 5 വർഷത്തിൽ ചെയ്തു തീർക്കാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. who have the knowledge and the planning capacity അല്ലെങ്കിൽ power അല്ലെങ്കിൽ habit അല്ലെങ്കിൽ the planning knowledge, a politician or a businessman, who have it more? അല്ലടാ, ഇത് രണ്ടുമല്ല. ഈ ജോലി ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കേരളത്തിൽ പോയി എനിക്ക് അവിടുത്തെ ജനങ്ങളെ എൻ്റെ ജീവിതം സെൽഫ്ലെസ് ആക്കി എടുത്ത് എനിക്ക് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു പർപ്പസുള്ള ഒരു നേതാവ് ഉടലെടുക്കണം. അയാൾ ബിസിനസ്സുകാരനുമാവാം, ടീച്ചറുമാവാം, അയാളൊരു എന്താ പറഞ്ഞേ, അയാളൊരു ലൈബ്രറിയൻ അല്ല, പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ട് അല്ലല്ല, someone whose sole purpose in this universe is to go help the people in Kerala. അങ്ങനെ ഒരു ലീഡർ വന്നു, മഹാത്മാഗാന്ധിയെ പോലെയോ അങ്ങനത്തെ ഒരു നേതാവ് മുന്നോട്ട് വന്നു. but they have like a purpose, okay. പക്ഷേ ഇപ്പം മഹാത്മാഗാന്ധിക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യമായിരുന്നു. ലൈക്ക് ആഫ്റ്റർ ദാറ്റ് ലൈക്ക് വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലബിലിറ്റി. ഓരോരുത്തരുടെ പർപ്പസ് ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റീവ് ജോബ്സിന്റെ പർപ്പസ് എന്തായിരുന്നു? ആപ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു, അതിപ്പോഴും നിലനിൽക്കുന്നില്ലേ? എക്സാക്ട്ലി. അതേപോലെ so he created a system. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ എന്താ പറഞ്ഞ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ജനങ്ങളുണ്ടെന്നും ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ജനങ്ങളുടെ പൊട്ടൻഷ്യൽ എത്താൻ സഹായിക്കണമെന്നും ഒരു തോന്നലുള്ള ഒരാൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഒരാൾ വന്നം, പിന്നെ അയാൾ ഒരു സമൂഹത്തെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. Okay, let's imagine that a person like that comes and he start to implement the system. ഒരു സിസ്റ്റം എത്ര വലിയ സിസ്റ്റം ഉണ്ടാക്കിയാലും ഈ ജനങ്ങളത് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവില്ല, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ MVD കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ AI ക്യാമറകൾ കൊണ്ടുവന്നുണ്ട്, ഭയങ്കര റെസ്ട്രിക്ഷൻസും ഫീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഫൈൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇത് ഫോളോ ചെയ്യാണ്ട് പോകുന്നുണ്ട്. ആൾക്കാർ പിടിച്ചാലും പൈസ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നിട്ടും എത്ര ഫൈൻ അടച്ചാലും ആൾക്കാർ ഹെൽമെറ്റ് ഇടാണ്ടും അല്ലെങ്കിൽ സേഫായിട്ടല്ലാണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട്. അതേപോലെ വേസ്റ്റ് ഇട്ടാൽ ഫൈന് നമ്മുടെ കേരളത്തിലും ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റൽ ഇതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റിൽ കയറി ഹണ്ട് ചെയ്ത, അല്ലെങ്കിൽ ഇതില്ലാത്ത ട്രീസൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഇതിനൊക്കെ ഫൈനും റെഗുലേഷൻസ് ഓൾറെഡി ഉണ്ട്. എന്നിട്ടും ആൾക്കാരത് ഫോളോ ചെയ്യുന്നില്ല. എത്ര നമ്മൾ റിഫോം വേണ്ടി സിസ്റ്റംസും ഹാർഡായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഈ സിസ്റ്റംസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താലും ഈ ജനങ്ങൾ ഇത് ഫോളോ ചെയ്യാണ്ട് അത് ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അത് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഒരു കോമൺ ആയിട്ട് കളക്റ്റീവ്ലി ആ ഒരു ഇൻഡിവിജ്വൽ റെസ്പോണ്ട് അല്ലെങ്കിൽ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഡു യു തിങ്ക്
do you think അതിനുള്ള capitalism has something അതിനുള്ള to do അല്ലല്ല with this? ഒരു പോയിന്റ് ലാസ്റ്റ് പോയിന്റ് അതിനുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരണമെങ്കിൽ എല്ലാവരുടെ ജീവിതം സംഹൗ കോമൺ ആയിരിക്കണം. സംഹൗ their problems should be similar or something like that. Otherwise everybody has individual things and individual problems and individual mentality. So to an extent what he is saying that we all need to be programmed in a way to an extent. അല്ലടാ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാക്കൾ മാറാണ്ട് ഇപ്പം ഇത് രണ്ട് രീതിയിൽ എടുക്കുക. ഒന്ന് ടോപ്പും ഒന്ന് ബോട്ടമായിട്ട് എടുക്കുക. ബോട്ടത്തിലുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാലാണ് ടോപ്പിലുള്ള എന്ത് ആൾക്കാർ താഴത്തോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കണമെങ്കിൽ ബോട്ടത്തിലെ ആൾക്കാർ ഇതിന് റിസപ്റ്റീവ് ആയിരിക്കണം, willing to accept. അതായിരിക്കണം. ഇനി ഇതിന് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ പ്രായോഗികം? ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും വേണ്ടിയിട്ട് നന്നാവാൻ തീരുമാനിക്കുന്നതാണോ, അതെയോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ മുകളിൽ വന്ന് ഇവരെ പെർസ്വേഡ് ചെയ്യുന്നതാണോ? ഏതാണ് കൂടുതൽ പ്രായോഗികം? ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ I think more prayogam is the second one is more practical. Yeah. Right? Done. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓക്കെ ഹെൽമെറ്റ് വെക്കുന്ന സിസ്റ്റം അത് നാട്ടിൽ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ആ സിസ്റ്റത്തിനെ ആ സ്പെസിഫിക് ആയിട്ടുള്ള സിസ്റ്റത്തിനെ എടുത്ത് വളരെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, നാട്ടിൽ ഒരു മോട്ടോർ ബൈക്ക് വെക്കുന്ന ഒരാൾ ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിച്ചു എന്ന് വിചാരിക്കുക. അയാളുടെ കോൺസിക്വൻസ് എന്താണ്? അയാൾക്ക് ടിക്കറ്റ് കിട്ടും. അയാൾ പോയി വേറെ ഒരാളെ വണ്ടി ഇടിച്ചു എന്ന് വിചാരിക്കുക, വേറെ ബൈക്കോ കാറിനോ ഇടിച്ചു. അയാളുടെ കോൺസിക്വൻസ് എന്താണ്? ഇൻഷുറൻസ് കിട്ടില്ല, അയാളുടെ തലയിടിക്കും, അയാൾക്ക് ചിലപ്പോൾ അപകടം പറ്റും, ഇന്നതൊക്കെ ആയിരിക്കും അയാളുടെ കോൺസിക്വൻസ്. ഇവിടെ നമ്മൾ ബൈക്ക് എടുത്ത് റൂട്ടിൽ പോയി ഒരു കാറിനിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാത്ത ഒരുത്തനാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ കോൺസിക്വൻസ്? മരിച്ചു പോയി കഴിഞ്ഞാൽ കോൺസിക്വൻസ് ഇല്ല, സത്യം പറഞ്ഞാൽ എളുപ്പമാണ്, ചത്തു പോകുന്നുള്ളൂ. അവൻ മരിച്ചില്ലെങ്കിൽ അവൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും? ഇൻഷുറൻസ് കിട്ടത്തില്ല. ഇൻഷുറൻസ് അവന് കിട്ടത്തില്ല എന്ന് മാത്രമല്ല, അപ്പുറത്തിടിച്ച വണ്ടിക്കാരിയിലെ പെണ്ണിന് നടുവേദനയാന്ന് പറഞ്ഞ് അവനൊരു 300,000 സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. ഇവന്റെ ഇൻഷുറൻസ് കമ്പനി അവനും കൊടുക്കണം. പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇവന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യും. റൈറ്റ്? അപ്പോൾ ഇവിടത്തെ ഗവൺമെന്റിന്റെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിസ്റ്റത്തിൽ ഒരു പരിധി വരെ ഒരാൾക്കാരെ ആ സിസ്റ്റത്തിൽ തന്നെ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കാനുള്ളതിൻ്റെ നീ എന്നാ പറഞ്ഞ പോയിന്റ് ഇവർ നൈസ് ടോപ്പിൽ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ലൂപ്പ് ഹോൾഡും. ഇവിടെ ടിക്കറ്റ് അടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. എക്സാക്ട്ലി. നിങ്ങളെ അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് ക്രെഡിറ്റ് സ്കോർ ഇങ്ങനെ പിടിച്ച് ക്യാപിറ്റലിസം ഹാവ് some benefits. കോൺസ്റ്റിറ്റ്യൂഷനാടാ, ക്യാപിറ്റലിസ്റ്റ് അല്ല. ഒരു സിസ്റ്റം ഉണ്ടാക്കിയ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ ലെജിസ്ലേഷനും കാര്യങ്ങളും ഇല്ലേ. ലെജിസ്ലേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അവിടുത്തെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള വിങ്ങും പിന്നെ പൊളിറ്റീഷ്യൻസിനും ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് വിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. So you're saying more strict and അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ അല്ലേ. ഞാൻ പറഞ്ഞത് ഒരു നാടിൻ്റെ നന്മയ്ക്ക്, അതായത് നെറ്റ് എഫക്റ്റ് പോസിറ്റീവാണ്. ഒരു നാടിൻ്റെ നന്മയ്ക്ക് ചേരുന്ന, അതായത് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമങ്ങൾ കർശനമാക്കുമല്ല, എല്ലാ രീതിയിലും അതിൻ്റെ തനതായ രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ ഒരു 10 to 15 years എന്ന് പറഞ്ഞ ടേമിൽ റെഡിയാക്കി എടുക്കും. നീ പറഞ്ഞ പോലെ നാട്ടിൽ ഇതേപോലെ ലൈസൻസ് അതായത് ഈ ഇങ്ങനെ ഒരു ഹെൽമെറ്റ് വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ ലൈസൻസ് റിവോക്ക് ചെയ്യും, ഇൻഷുറൻസ് കിട്ടില്ല, അവന് പിന്നെ ജീവിതത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരാൾ ഭരണത്തിൽ വന്നു, അത് അയാൾ സ്ലോലി ഓർ വിത്തിൻ 2 years അയാൾ ക്രിയേറ്റ് ചെയ്തു. ജനങ്ങളത് എങ്ങനെ പ്രതികരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ MVD ജസ്റ്റിൻ പറഞ്ഞ പോലെ പ്രതികരിക്കും. അന്ന് ജസ്റ്റിൻ പറഞ്ഞ വീഡിയോ 1960s ആൾക്കാരോട് സീറ്റ് ബെൽറ്റ് വരിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കാർ സീറ്റ് ബെൽറ്റോ. And one more thing, it's not coming immediately. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നത്? എല്ലായിടത്തും ജനങ്ങൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കും. ഇനീഷ്യലി അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും, നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവും, ഓപ്പോസിഷൻ പാർട്ടി ഇറങ്ങും. Well, there is this thing, right? ജനാധിപത്യവും ഇവിടുത്തെ രീതിയും വ്യത്യാസം. ഇതും ജനാധിപത്യ ഡെമോക്രസിയാ, രണ്ടും സെയിം ഡെമോക്രസിയാ.
ഇതെന്താ പക്ഷെ രാജ്യം വേറെ ആൾക്കാർ വേറെ ഡസന്റ് മാറ്റർ. അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടി ഇപ്പൊ ഞാൻ പറയാം ഡസന്റ് മാറ്റർ അല്ല. BJP റൂളിംഗിൽ വന്നതിന്റെ മെയിൻ ഇതെന്തൊക്കെയാ? അല്ല ഒന്ന് ഞാൻ ഒറ്റ കാര്യം ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ വരുവാണെങ്കിൽ അതിന് വേണ്ട പ്ലാനിങ്, അതിൻ്റെ വേണ്ട സിസ്റ്റം കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തി അപ്രൂവലും കാര്യങ്ങളും എല്ലാം കിട്ടി നാളെ ഒരു തീരുമാനം കൊണ്ടുവന്നു, ആൾക്കാരെ നേരത്തെ അറിയിച്ചു, ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് പോലീസിന് കൊടുത്തു, അവർ വേണ്ട സർക്കുലേഴ്സും കാര്യങ്ങളും ഇറക്കി, അതിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഞാനൊരു ദിവസം എണീറ്റ് നോക്കിയപ്പോൾ 2000 നോട്ടില്ല. നോട്ടുകളൊക്കെ നിരോധിച്ചു. ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ what the fuck, ആരൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. We have to adapt. Right? We have to adapt. 500 നോട്ടില്ല. പക്ഷെ ആൾക്കാർ പച്ചയും മഞ്ഞയും അവിടെ ജനങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉള്ളൂ. അവിടെ ഒരു സിവിൽ യുദ്ധം, സിവിൽ വാർ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സിവിൽ വാർ നടക്കണമെങ്കിൽ പക്ഷേ ജനങ്ങൾക്ക് അസൗകര്യമുള്ള രീതിയിൽ ഉള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് സിവിൽ വാർ നടക്കുന്നത്. ഇവിടെ അസൗകര്യമുള്ള കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത്. ക്യാഷ് എല്ലാം ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവിടാനുള്ള സമയമുണ്ട്. അല്ല ഞാൻ പറഞ്ഞ അത് വിട്. ഇപ്പോൾ ഈ പറയുന്ന MVDയുടെ നിയമങ്ങൾ ആക്കുന്നത് ആൾക്കാർക്ക് സൗകര്യപ്രദമാക്കാനല്ലേ ആ നിയമങ്ങളാക്കുന്നത്, അല്ലാണ്ട് ആൾക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കാനല്ലോ. അപ്പോൾ സിവിൽ വാറിന് മൊത്തത്തിലുള്ള എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയും കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് പാലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുവാണ് എനിക്കത് പാലിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് നോട്ട് അഗെയിൻസ്റ്റ് ദ റൂൾ, ബട്ട് ഹി ഈസ് നോട്ട് എ ഗുഡ് സിറ്റിസൺ. ഹി ഈസ് വർക്കിംഗ്, ഹി ഈസ് ആക്ടിങ് അഗെയിൻസ്റ്റ് ഹിസ് ഓൺ കമ്മ്യൂണിറ്റി. വിച്ച് ഈസ് ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ എന്തായാലും പറയണത്, എടാ ഈ രാജ്യദ്രോഹ കുറ്റം എന്നൊക്കെ പറയുന്നത് എന്താണ്, മറന്നുപോയി.